ലോക്കൽ ബോഡി ഇലക്ഷൻ വളരെ അടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഉടൻ നിയമസഭാ ഇലക്ഷനിലേക്ക് കടക്കും. വ്യക്തമായ ലക്ഷ്യത്തോടെ BJP ഇറങ്ങുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. BJP കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഉയർത്തിക്കാണിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ അദ്ദേഹം മാർച്ച് 24 പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയെടുത്തത്. അന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്: വികസിത കേരളം. അതാണ് BJPയുടെ ലക്ഷ്യം. വികസിത കേരളം 3.25 കോടി മലയാളിയുടെ വികസിത കേരളമാണ്. ഈ കേരളത്തിലെ 80 ലക്ഷത്തിൽ പരം വരുന്ന കുടുംബങ്ങളുടെ വികസിത കേരളമാണ്. കേരളത്തിലെ 14 ജില്ലകളുടെയും വികസിത കേരളമാണ്. കേരളത്തിലെ പഞ്ചായത്തുകളുടെ വികസിത കേരളമാണ്. കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ വികസിത കേരളമാണ്. അത്തരത്തിലുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വികസിത കേരളം എന്നുള്ള ലക്ഷ്യം ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കും. 70 വർഷമായിട്ട് കേരളത്തെ സമ്പൂർണമായിട്ടും നശിപ്പിച്ച കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇടതിൽ നിന്നും വലതിൽ നിന്നും മുക്തമായി നേരിൻ്റെ പാതയിൽ, ആദർശത്തിൻ്റെ പാതയിൽ, ധർമ്മത്തിൻ്റെ പാതയിൽ, അതോടൊപ്പം തന്നെ അഴിമതിയില്ലായ്മയുടെ പാതയിൽ വികസനത്തിൻ്റെ സന്ദേശവുമായിട്ട് മുന്നോട്ട് പോകുന്ന BJPക്കൊപ്പം കേരളം നിൽക്കും എന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും അതോടൊപ്പം തന്നെ ആ ബോധ്യവുമാണ് ഇന്ന് BJPയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് BJPക്ക് വികസിത കേരളം സാക്ഷാത്കരിക്കാൻ സാധിക്കും? കേരളത്തിലുള്ള ആർക്കും സംശയമില്ല. കാരണം കഴിഞ്ഞ 65 വർഷക്കാലമായിട്ട് ഇന്ത്യയെ നശിപ്പിച്ചിട്ടിരുന്ന കോൺഗ്രസിൽ നിന്ന് BJPക്ക് നരേന്ദ്രമോദിക്ക് അധികാരം കിട്ടിയപ്പോൾ 10 വർഷം കൊണ്ട് ഇന്ത്യ ലോകത്തിലെ വൻ ശക്തിയായെങ്കിൽ വരുന്ന 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ലോകത്തിലെ വികസിത രാജ്യമാക്കി മാറ്റാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തെ വികസിത കേരളമാക്കാൻ BJPക്ക് സാധിക്കും. നരേന്ദ്രമോദി ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിന്റെ പ്രസിഡന്റാക്കി വിട്ടിരിക്കുന്നത് ആ ഒരു ലക്ഷ്യവുമായിട്ടാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വികസിത കേരളം സാക്ഷാത്കരിക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുന്നു. അതാണ് ഞങ്ങൾ ഇന്ന് കേരളത്തിൽ നടപ്പാക്കുന്നത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം സമ്പൂർണമായിട്ട് മാറാൻ പോവുകയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ഒരു വൻ ശക്തിയായിട്ട് മാറും. യാതൊരു സംശയവും ആർക്കും വേണ്ട. 2025 ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്ന ദിവസം കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും അന്ത്യദിനമാണ്. ഇത്രയും കാലത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും മരിച്ച് മണ്ണോടടിയുന്ന ദിവസമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന ദിവസം. 2026 ജനുവരി 1 മുതലുള്ള കേരള രാഷ്ട്രീയം BJP കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് മാറും. 2026 BJP അധികാരത്തിലെത്തിക്കുന്ന പുതിയ കേരളത്തിന്റെ രാഷ്ട്രീയമാണ്. BJPയോടൊപ്പം ഇടതിനോടൊപ്പവും വലതിനോടൊപ്പവും നിൽക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും BJPയോടൊപ്പം ഒരുമിച്ച് ചേരുന്ന വർഷമാണ് 2026 കേരള രാഷ്ട്രീയം. അതുകൊണ്ട് 2026 എന്ന് പറയുന്നത് BJPയുടേതാണ് കേരളത്തിൽ. ആ രീതിയിലുള്ള ലക്ഷ്യവുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തെ നയിക്കുന്നത്, BJPയെ നയിക്കുന്നത്. അതിന് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ സർവ്വവിധമായിട്ടുള്ള പിന്തുണയുമുണ്ട്. ഞങ്ങൾ അത്രയ്ക്ക് കരുത്തുറ്റ ആത്മവിശ്വാസവുമായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.